സംഭവം അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് നടന്നിരിക്കുന്നത്. രണ്ട് പെൺകുട്ടികള് പുലർച്ചെ കടയിൽ പോകുന്ന സമയത്ത് അവരെ ലൈംഗിക ചുവയോട് സംസാരിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവരത് ഫോണിൽ പകർത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഫോണ് അടിച്ച് തട്ടിപ്പറിച്ച് എറിഞ്ഞുടയ്ക്കുകയും ചെയ്ത് അവര് ക്രൂരമായിട്ട് നട റോഡിലിട്ട് മർദ്ദിച്ച് ചവിട്ടിയും മറ്റും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിലെ പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അത് ആരും അറിയാത്ത അജ്ഞാതനായിട്ടുള്ള ഒരു പ്രതിയൊന്നും അല്ലത്. ആ പ്രതി അക്ബർ അലി എന്ന ആള് അയാളോടൊപ്പമുള്ള ഏതാനും പേരുമാണ്. 10 പേരുണ്ട് അതിൽ മൊത്തമായി പ്രതികള്. അതില് 2 പെൺകുട്ടികളും അവരോടൊപ്പം ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. അതിൽ 3 പേരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ബാക്കി പ്രധാന പ്രതി ഉൾപ്പെടെയുള്ള 7 പേരെ ഇന്നും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതൊരു പോലീസിന്റെ പോലീസിന്റെ പ്രവർത്തനത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു, അല്ലെങ്കിൽ പോലീസിനെ പറ്റി ഒരു ആക്ഷേപം പൊതുജനം പറയും അല്ലെങ്കിൽ പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ഇത് വളരെ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ 3 ദിവസമായിട്ടും ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ മണ്ണാർക്കാട് സ്വദേശിയാണെന്നാണ്, പാലക്കാട്. അപ്പോൾ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയാണ്. അയാൾക്ക് അവിടെ പാലക്കാടും അതുപോലെ മണ്ണാർക്കാടും തമിഴ്നാടും ഒക്കെ ബന്ധമുണ്ടാവും. കാരണം പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട ആളെന്ന് പറയുമ്പം അയാൾക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ പെൺവാണിഭ സംഘത്തിന്റെ തലവനാണെന്ന്. തീർച്ചയായിട്ടും അയാളൊരു ലോഡ്ജ് നടത്തുന്നുണ്ട് എന്നും ആ ലോഡ്ജ് പെൺവാണിഭം നടന്നെന്നും അതിനു മുമ്പ് കേസുകളും അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അയാളിപ്പം അവിടെ നിന്നും മാറി അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ട് പോയി എന്നുള്ള രീതിയിലൊരു ഒരു വാർത്തയാണ് നമ്മളിപ്പം കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് കേട്ടത്, കൊച്ചി കമ്മീഷണറുടെ. അപ്പൊ അത് ടീമുകളായി തിരിഞ്ഞ് തമിഴ്നാട്ടിലും അതുപോലെ പാലക്കാടിലും സെർച്ച് നടത്തുന്നുണ്ടെന്ന് പറയുന്നു. പോലീസിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ അയാളെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കടന്നു കളഞ്ഞിരിക്കുക, ഒളിവിൽ പോയിരിക്കുകയായിരിക്കും. എന്താണെങ്കിലും പോലീസ് കുറച്ചുകൂടി നല്ല നിലയിലുള്ള ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണ്. അവരെ എറണാകുളത്തു നിന്നോ അല്ലെ കൊച്ചിയിൽ നിന്നോ കടന്നു കളയാൻ അനുവദിക്കരുതായിരുന്നു. കാരണം ഇവര് സാധാരണക്കാരല്ല, ഇവര് ലോഡ്ജ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട്. സാർ, ഒരു സംശയം, കാരണം ഈ വ്യക്തി അക്ബർ എന്ന് പറയുന്ന വ്യക്തി തന്നെ എസ്കോർട്ട് സർവീസിന് വേണ്ടി സ്ത്രീകളെയും പുരുഷന്മാരെയും നൽകുന്ന ആപ്പിലൂടെയാണ് ഈ അക്ബറിന്റെയും കൂട്ടരുടെയും ഇടപാടുകൾ, ഈ സെക്സ് വർക്കുകൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പും കേസിൽ അറസ്റ്റിലായ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് അയാളുമായി ചുറ്റിപ്പറ്റി അയാളുടെ നിരീക്ഷണങ്ങൾ എപ്പോഴും പോലീസ് ഒരു ഭാഗത്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ടേ, അല്ലെങ്കിൽ ശ്രദ്ധയോടെ തന്നെ അയാളുടെ ഓരോ മൂവ്മെന്റും ശ്രദ്ധിക്കേണ്ടേ? ഇത്തരത്തിലൊരു അപകടങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ വരുമ്പോൾ മാത്രം ആ പ്രതിക്ക് പുറകെ പോകാതെ ഇതിനു മുമ്പേ ആ പ്രതിയിലേക്ക് ഒരു വല വിരിക്കേണ്ടതും പോലീസിന്റെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചയല്ലേ? പോലീസിന്റെ മാത്രമല്ല, ഇന്റലിജൻസിന്റെ ഉൾപ്പെടെ. അത് പോലീസിന്റെ റഡാറിൽ അല്ലെ ഇന്റലിജൻസിന്റെ റഡാറിൽ പെടേണ്ട ആള് തന്നെയാണ്. എന്തുകൊണ്ടാണ് അയാൾ അതിൽ പെടാതിരുന്നത്? അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അനാശാസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ക്രിമിനൽ ആയിട്ടുള്ള പശ്ചാത്തലം, ഇതൊക്കെ എന്തുകൊണ്ട് പോലീസ് അറിഞ്ഞില്ല എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അറിഞ്ഞില്ല എങ്കിൽ പോലും ഈ സംഭവം നടന്നതിന് ശേഷമാണെങ്കിൽ പോലും അയാളെ പിടികൂടാനുള്ള ആ ഒരു കാര്യം നടക്കാതിരുന്നതും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഇതുവഴി ഇയാൾ ഒരു QR കോഡ് സിസ്റ്റം സംവിധാനമൊക്കെ കൊണ്ടുവരുന്നു. ഇയാളുടെ പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് ഇയാൾ ഒരു ബിൽഡിംഗ് എടുത്ത് ആ ബിൽഡിങ്ങിൽ തന്നെയാണ് ഓരോ തുക ഓരോന്നിനും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഞെട്ടലാണ്. കാരണം ഈ കൊച്ചിയിലൊക്കെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. കാരണം ഈ നഗരപ്രദേശം തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണക്കാരായ എത്രയോ പെൺകുട്ടികളാണ് ഇതിനകപ്പെട്ടു പോകുന്നത്. പക്ഷേ ഇതിലൊന്നും പരാതികളോ അല്ലെങ്കിൽ കേസുകളോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് തോന്നിപ്പോകുന്നു. ഇതിപ്പോ QR കോഡ് വെച്ച് സംഘടിതമായിട്ട് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റാക്കറ്റായിട്ട് പ്രവർത്തിക്കുന്നതാണിത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ചെറിയ തോതിലുള്ളതായിരിക്കില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും ചെല്ലാനോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ ഒളിവിൽ കഴിയാനോ ഒക്കെ ഉള്ള താവളങ്ങൾ ഉണ്ടാവാം. അതിലിനി മുൻകൂർ ജാമ്യത്തിനോ അങ്ങനെയുള്ള രീതിയിലേക്ക് വല്ലതും പോകാനായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ കേസിൽ നിന്ന് ഒഴിവാകാനോ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം ചെലുത്തുവാനോ ഉള്ള ശ്രമമായിരിക്കും മാറി നിന്നുകൊണ്ട് നടത്തുന്നത്. എന്നാലും പോലീസ് കുറച്ചുകൂടെ കുറച്ചുകൂടെ ജാഗ്രത ഈ കാര്യങ്ങളിൽ പുലർത്തേണ്ടതുണ്ട്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം മാത്രമല്ല, ഒറ്റപ്പെട്ടതല്ല. അവിടെ പരക്കെ ഈ രീതിയിലുള്ള പെൺവാണിഭവും മറ്റു കാര്യങ്ങളും നടക്കുന്നുള്ളതായിട്ടാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്.
അപ്പൊ അത് കർക്കശമായ നടപടികൾ ആ കാര്യങ്ങളിൽ ഉണ്ടാവണം. കാരണം പെൺവാണിഭം വന്നു കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധർ വരും, ക്രിമിനൽസ് വരും, കള്ളന്മാർ വരും, പിടിച്ചുപറിക്കാർ വരും, മയക്കുമരുന്ന് കച്ചവടക്കാർ വരും. അങ്ങനെയുള്ള ആ രീതിയിലേക്ക് നഗരം പോകുന്ന ഒരവസ്ഥയാണ്. അത് കൊച്ചിയുടെ മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലും ഇതിന്റെ ഭാഗികമായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.